ഹലോ ഡി. ഹലോടാ, നമ്മുടെ കാര്യം അച്ഛൻ അറിഞ്ഞടാ. നീ പേടിക്കൊന്നും വേണ്ട, അച്ഛൻ ഓക്കെ പക്ഷെ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്തുവാടി ലവ് ടുഡേ പോലെ ഫോണൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറയുമോ ഇനിയും? നിനക്കറിയത്തില്ല എന്റെ അച്ഛനൊരു വയസ്സൻ ടൈപ്പാന്ന്, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. ഫോൺ ഏതാ വാട്സപ്പ് ഏതായാലും അങ്ങനെ എന്തോ കാണിക്കാനാ, അങ്ങനെ കുപ്പിലാക്കാൻ ടെക്നിക്കൊക്കെ എന്റെ ഉണ്ട് മോളെ. ഞാൻ അങ്ങ് എത്തി. ഓക്കേടാ അങ്കിളെ. കള്ളക്കളവ് സാധാരണ ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല, ഈ ഫോൺ ഏതായത്? മോളെ മോള് നിന്നെ പറ്റി എല്ലാം പറഞ്ഞായിരുന്നു. ഞാനോ? എപ്പോ? എനിക്ക് സമ്മതമാണ്. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങളുടെ രണ്ടുപേരുടെ ഫോൺ ഒരു ദിവസത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. എന്റെ ഫോൺ കൊടുത്താ സമ്മതമാണോ? ബാത്റൂമിൽ വരെ ഒന്ന് പോകണം. അതാ ബാത്റൂം. ഞാൻ അമ്പലങ്ങളിലാണ്, ഞാൻ വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഞാൻ എന്റെ മൊബൈൽ ശരിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് മേടിച്ചു വെച്ചേക്കണേ. അതിനെന്താ മേടിക്കാല്ലോ, കുഴപ്പമൊന്നുമില്ല. നിനക്ക് ബുദ്ധിമുട്ടാവോ? ഒരു കുഴപ്പമില്ലടാ, മേടിക്കാം. ഒന്നും മേടിച്ചു വെച്ചേക്കണം. കണ്ടോ, ഇവനൊക്കെയാണ് പയ്യന്മാര്, 24 മണിക്കൂർ അമ്പലത്തിലാ. ഓ, ഞാനൊക്കെ അമ്പലത്തിൽ പോയ കാലം മറന്നു. രണ്ടും സെയിം ഫോണ്, സെയിം പേര്, മാറ്റിയാലോ? റെഡിയാണോ? നീ എന്തിനാണ് അവന്റെ ഫോൺ കൊടുത്തത്? എടാ പൊട്ട, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഡീസന്റ് ആരാ? അവൻ അല്ലയോ? അപ്പൊ അവന്റെ ഫോണിൽ ഫുൾ ഡീസന്റ് ചാരിലേ കാണത്തുള്ളൂ. ആയിരിക്കും. എടാ അപ്പൊ അവന്റെ ഫോണാന്ന് നമുക്ക് മനസ്സിലാവത്തില്ലോടാ. എടാ അതിന് ഐഡിയ ഉണ്ട്. എന്റെ അവന്റെ പേര് സെയിമാ, മാത്രല്ല എന്റെ സിം എടുത്ത് ആ ഫോണിൽ ഇടുകയും ചെയ്ത്. എടാ ആ പൊട്ടി ഉണ്ടല്ലോ, അക്കൗണ്ട് നോക്കത്തൊന്നും ഇല്ല, ജസ്റ്റ് ചാറ്റ് പോലെ ഒന്നെടുത്ത് ഇങ്ങനെ ജസ്റ്റ് നോക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. പണ്ട് അവളെ സെറ്റാക്കി എങ്ങനെ എന്റെ ഫോൺ ഉണ്ടല്ലോ സുമേഷിന്റെ കൊടുത്ത് ആ പുള്ളി ചാറ്റ് ചെയ്ത് അങ്ങനല്ലേ വീഴ്ചത്. അതുപോലും ആ മണ്ടബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിവില്ല. എടാ പിന്നെ അപ്പൊ അവളുടെ ഫോൺ എന്ത്? നീ അല്ലേ പറഞ്ഞു നിന്റെ തന്തയ്ക്ക് ഫോണിന്റെ വേണ്ടി അറിയത്തില്ലെന്ന്? അറിയത്തില്ലായിരുന്നടാ, കഴിഞ്ഞ മാസം എന്റെ ചേട്ടൻ ഒരു ഫോൺ അയച്ചു കൊടുത്തായിരുന്നു, അതിൽ പിന്നെ അങ്ങനെ എല്ലാം പഠിച്ചു. കള്ളത്തെണ്ടി തന്ത. എടി പിന്നെ ഞാൻ നിന്റെ പ്രൊഫൈൽ ഒന്നും എടുത്ത് നോക്കത്തൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നീ എന്റെ ഫോണിന് പ്രൊഫൈൽ ഒന്നും എടുത്ത് നോക്കല്ല കേട്ടോ. ഇല്ലടാ, നാളെ നമുക്ക് ഫോൺ കൈമാറാം. ഫോണില്ല, അപ്പൊ TV തന്നെ ആശ്രയം. ബിജുവോ? എന്തിലാട്ടെ, കിട്ടിയ അവസരമാ. നോക്ക് വല്ലതും കാണും. ചറ പറയാന്ന് മെസ്സേജ് വരുന്നുണ്ടല്ലോ. കൂട്ടുകാരുടെ മെസ്സേജ്. പെണ്ണാണാൻ വന്നിട്ട് എന്തായി? ആടി എല്ലാം ശരിയായിട്ട് 2 വീട്ടുകാർക്കും സമ്മതമായി. അടുത്ത മാസം നിശ്ചയം നടത്താന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ മാസം 24 മെസ്സേജ് അല്ലായിരുന്നു? കഴിഞ്ഞ മാസം 24 ഉടക്കിയിരിക്കുവായിരുന്നല്ലോ. നീ അഖിലിനോട് ഈ കാര്യം പറഞ്ഞോ? ഇല്ലടി, ഞാൻ പറഞ്ഞില്ല. ഞാൻ അവനോട് തൽക്കാലത്തേക്ക് ഉടക്കിയിട്ടുണ്ട്. കല്യാണം വല്ലതും ഉറപ്പിക്കുകയാണെങ്കിലേ അവനെ നൈസായിട്ടൊന്ന് പറഞ്ഞ് ഒഴിവാക്കാം. എടിനാറി, ചുമ്മാ അല്ല നീ എന്നോട് ഒരാഴ്ച ചുമ്മാ ഉടക്കിയിരുന്ന ഒരു കാര്യമില്ലാതെ. ഇതായിരുന്നല്ലേ ഇനി ഫുള്ള് മെസ്സേജ് വായിച്ചിട്ടെ കാര്യം. ഇതിനകത്ത് ഫുൾ ആമ്പിള്ളേരാണല്ലോ, പേരിന് പോലും ഒരു പെങ്കൊച്ചില്ല. ഹായ്, ഹലോ, എന്തൊക്കെ ഉണ്ട് വിശേഷം? ഓൺലൈനിലൊക്കെ ഉണ്ടല്ലോ, മെസ്സേജ് റിപ്ലൈ ഒക്കെ തരാം കേട്ടോ. നമ്മൾ അന്യനൊന്നും അല്ല കേട്ടോ, നമ്മളോട് സംസാരിച്ചോ. സേഫാ. ഇന്നലെ റോഡിൽ കൂടെ ചുമന്ന ചുരിദാറിട്ടോട് പോതാ കണ്ട്. പക്ഷെ ശരിക്കും ചേരുന്ന ഏതാ അറിയാവോ? പിങ്കാ. എന്താണ്, ജാടയാണോ? കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലല്ലോ, മിണ്ടാതെ ഇരിക്കുന്നു. എടാ ഇത് കണ്ടോ? ഹായ്, കൊള്ളാലോ, നല്ല രസമുണ്ട്. ആരാടാ ഇത്? എന്റെ മുതൽ ലൈനാ. പോടാ, കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. നീ മുമ്പ് കണ്ടുണ്ടോ? ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണും ഇതിനെ. ഇതിന് പേരെന്തോ? രേവതി. രേവതി, നല്ല പേര്. നിങ്ങളന്ന് ചേരും കേട്ടോ. അതെ, അഖിലിനോട് പറയല്ലേ ഞാൻ പണ്ട് മെസ്സേജ് അയച്ച കാര്യങ്ങളൊന്നും.
എടി നിനക്ക് ഈ മൊണ്ണ അഖിലിനെ മാത്രമേ കിട്ടിയുള്ളൂ പ്രേമിക്കാന്. എടി ഇപ്പൊ കോളേജ് സമയമില്ലയോ? വെറുതെ എന്തിനാ ബസ്സിനകത്ത് ഇടിച്ചു തള്ളി പോകുന്ന കാശും കൊടുത്ത്? ഇതാകുമ്പോ ഇവൻ വന്ന് കറക്റ്റ് സമയത്ത് നമ്മളെ പിക്ക് ചെയ്യുകയും ചെയ്യും, കൊണ്ടുവിടുകയും ചെയ്യും. മാട്രിമോണി പയ്യൻ 1, മാട്രിമോണി പയ്യൻ 2, 3, 4. ഫോട്ടോ അയച്ചേക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും അവിടെ കൂട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കത്തില്ല. അതൊന്ന് ചെക്ക് ചെയ്ത് കളയാം. നീ അഖിലിനെ നോക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ മാട്രിമോണിയിലുള്ള ചെറുക്കന്മാരെ നോക്കുന്നേ? എടി നല്ലത് ഏതാന്ന് വെച്ചാൽ അതങ്ങ് സെലക്ട് ചെയ്യാലോ. ഒന്നും കിട്ടിയില്ലേ അഖിലിനെ എടുക്ക. ഏത് അത്? ഇൻസ്റ്റാഗ്രാം കൂടെ നോക്കാം എന്തായാലും. രാഹുല് പേര് കണ്ടല്ലോ കോഴിയാന്ന്. എന്തോ മെസ്സേജ് അയച്ചേക്കുന്നേ? ഹായ്, ഹായ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇയാളോട്. ചോദിക്കേ. എനിക്ക് ഇതുവരെയായിട്ട് ആരോടും ക്രഷോ ലവോ വല്ലതും തോന്നിയിട്ടുണ്ടോ? അയ്യോ, ഇന്നേ വരെ എനിക്ക് ആരോടും ഒന്നും തോന്നിയിട്ടില്ല. ഓക്കെ ഓക്കെ. എടീ ഇതുവരെ ക്രഷ് ലവ് ഒന്നും ഇല്ലല്ലോ. കാണിച്ചു തരാടി. എടീ ആരാടി ബിജു പറയടി. അയ്യോ, അതിവിടെ ചാണകം കൊണ്ടുതരുന്ന അണ്ണനാ. ഈ ചാണകം തരുന്ന അണ്ണനാണോടി ഇപ്പം കണ്ടുതരാം പറഞ്ഞോണ്ടിരിക്കുന്നേ. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങേറെ ചാണകം തിന്നോണ്ട് അവിടെ ഇരി. കഴിഞ്ഞ മാസം 15-ാം തീയതി രാത്രിയിൽ തലവേദന പറഞ്ഞ് നീ പോയി. എന്നിട്ട് നീ ഉറങ്ങിയോ? ഉറങ്ങിയോ? ഇല്ല. കണ്ട് രാജേഷുമായിട്ട് 1.5 മണിക്കൂർ IMO-ലെ കോളിങ് ഞാൻ കണ്ട് ഹിസ്റ്ററി കണ്ട്. എടി നീ കല്യാണം കഴിക്കായിരുന്ന കാമുകൻ നിന്റെ മാട്രിമോളെ പയ്യന്മാർ എല്ലാരെയും കോളിങ്സിൽ എനിക്ക് ഇട്ടടി. നേരിൽ കാണുമ്പോൾ നിനക്ക് ഇനി ഓണം ആടി, പൊന്നോണം ഞാൻ നിനക്ക് തരാടി. അച്ഛാ, അവൻ ഡീസന്റ് അച്ഛാ. അത് നിനക്ക് എങ്ങനെ അറിയാം? അവന്റെ വാട്സാപ്പിനകത്ത് ഫുള്ള് ഭക്തി ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ. തന്നെയല്ല, ഒരു പെണ്ണുങ്ങൾക്ക് പോലും അവൻ തിരിച്ച് റീപ്ലൈ കൊടുത്തിട്ടില്ല. ഫോണിങ് വന്നേ. ഇതിനകത്തെ ക്ലോൺ ആപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചേക്കുവായിരുന്നു. ഞാനിപ്പോ എല്ലാം അൺഹൈഡ് ചെയ്ത്. നീ ചെകഞ്ഞോ? എന്തായാലും അവന്റെ ഫോൺ കൊടുത്ത കാര്യം ഞാൻ ഡീസന്റ് ആയി ചിരിക്കുക. അവര് എന്റെ ഫോൺ വല്ലതും കൊടുത്തായിരുന്നില്ലേ എന്റെ കള്ളി മൊത്തം വെളിച്ചതായനെ. അയ്യോ രക്ഷപ്പെട്ടെന്തായാലും. ഹലോ അഖിലേ. ഓ സോപ്പിടാൻ വേണ്ടി വിളിക്കോ? യെസ് പറ. അഖിലേ, ഈ മലമുകളിലെ ദേവി അതെന്ത് ഗ്രൂപ്പാ? അവന്റെ ഏതോ ഭക്തി ഗ്രൂപ്പാണല്ലോ. യെസ്, ദാറ്റ്സ് മൈ ഗ്രൂപ്പ്. എന്റെ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഞാനാണ് അഡ്മിനൊക്കെ. എന്താ? അല്ല, എല്ലാം കണ്ടായിരുന്നു. കാണുമല്ലോ. ആമ്പിള്ളേരെ കണ്ടുപടി കേട്ടോ, കണ്ടുപടി. പെണ്ണുങ്ങളുടെ തുണിയിലത്ത് കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുന്നതാണ് നിന്റെ ആണത്തം. അതുപോലെ ഒരു 50 ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത്. അതിനകത്തെല്ലാം നീ അഡ്മിൻ. ലീക്ക്ഡ് MMS എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോക്ക് 20 രൂപ വെച്ച് ടെലിഗ്രാമിൽ വിൽപ്പന നിനക്ക് ജോലി അല്ലേടാ? ആ പട്ടി എടാ കണ്ട ഷവർമയുടെ വീഡിയോ കൊതി വരണ. മേടിക്കണോ നിനക്ക്? പൈസ ഇല്ല. ഞാൻ മേടിച്ചു തരാം, പൈസ ഉണ്ടല്ലോ. എടാ അതങ്ങനെ കഴിഞ്ഞ വട്ടത്തെ എന്റെ EMI-യിലുള്ള ഫോണിന്റെ അത് നീല് കൊടുത്തേ. എടാ നീ ഇങ്ങനെ കണക്ക് പറയാ, കൂട്ടുകാരില്ലോടാ, അതൊന്നും വിഷയാക്കണ്ട. നിനക്ക് എവിടെ നീ പൈസ? ചെറിയൊരു സൈഡ് ബിസിനസ് ചെയ്യുന്നുണ്ട് അതിന്റെ. ചിഞ്ചു വരടാ, രഞ്ജു വരടാ, മഞ്ജു വരടാ, എല്ലാം പ്രാസത്തിൽ കയറി പിടിച്ചേക്കോ അല്ലയോ? എല്ലാവർക്കും സെയിം മെസ്സേജ്, സെയിം ഭീഷണി. തോണ്ടാ സൂപ്പർ ഉണ്ട്. കീട് പിള്ളേര് പോന്നടാ, പെൺപിള്ളേര്. എടാ എന്തോടാ ഒരു പെൺപിള്ളേരെ കുറിച്ച് ഇങ്ങനാന്നോടാ പറയുന്നത്? മോശമാടാ. നീ എന്നോട് എന്തോടാ പറഞ്ഞ? കഴിഞ്ഞ ആഴ്ച കൂട്ടുകാരുടെ ട്രിപ്പിന് പോണെന്നില്ലയോ? എന്നിട്ട് നീ എറണാകുളത്ത് പോയി 4 പെണ്ണുങ്ങളോട് 4 സമയത്ത് പോയി സംസാരിച്ചില്ലേടാ? എടാ പിന്നെ ഈ ഞായറാഴ്ച ഞങ്ങളെല്ലാം ട്രിപ്പ് പോകുന്നുണ്ട് കൊടൈക്കനാൽ. നീ വരുന്നുണ്ടോ? ഓ പറ്റത്തില്ലടാ. എനിക്ക് എറണാകുളത്തെ 4 ഇന്റർവ്യൂ ഉണ്ട്. അത് മാത്രമല്ല എനിക്കൊരു കുടുംബക്ഷേത്രത്തിൽ ഒരു ഇതുമുണ്ട്, പൂജയുണ്ട്. നാട്ടിലുള്ള അമ്മൂമ്മമാരെ പോലും വെറുതെ വിടാത്ത സൈക്കോപാത്താണല്ലോ നീ. തോണ്ടാ പെമ്പു. എനിക്ക് തൃപ്തിയായടാ. ഗുഡ് ബൈ. ഈ ഫോണെ ഞാൻ പോലീസിനെ ഏൽപ്പിച്ചേക്കാം. കൊല്ലാൻ വരുന്നേ.